ഹലോ ഗായ്സ്, എല്ലാവർക്കും ബർത്ത്ഡേ വീഡിയോ പാർട്ട് 2ലേക്ക് സ്വാഗതം. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേഗം നെസ്റ്റോയിലേക്ക് പോയി. നെസ്റ്റോയിൽ പോയി ലിഫ്റ്റിലൊക്കെ കയറണം എന്ന് പറഞ്ഞു ആദ്യക്കൂട്ടെ. അപ്പോൾ പിന്നെ ഞങ്ങൾ ലിഫ്റ്റിലൊക്കെ കയറി നേരെ പിന്നെ നെസ്റ്റോയിൻ്റെ ഉള്ളിലേക്ക് കയറി. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവർക്ക് എന്തൊക്കെ എടുക്കണമെന്ന് തന്നെ പ്ലാനില്ല. എന്തൊക്കെയോ ആര് കൂട്ടുന്നുണ്ട്. ബോക്സ് നോക്കുന്നുണ്ട്, പെൻസിൽസ് നോക്കുന്നുണ്ട്, കാറിൻ്റെ ബോക്സുകൾ കാണിച്ചു തരുന്നുണ്ട്. അമ്മ ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അൽക്കുലക്കത്ത് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ എക്സലേറ്ററിൽ താഴത്തേക്ക് ഇറങ്ങി. അവിടെ ഇറങ്ങി പിന്നെ താഴത്തെ പർച്ചേസിങ് ആണ് അടുത്തത്. അവിടെ കുറച്ച് ഗപ്പീസൊക്കെ കണ്ടു. അത് നല്ല ഇഷ്ടമായി. ആദ്യമത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവനത് വാങ്ങിക്കൊടുക്കാത്തതിൻ്റെ സങ്കടത്തിലാണ് പോണത്. അമ്മാളൂന് പിന്നെ നടന്ന് ഭയങ്കര കാലുവേദനയായിരുന്നു. അപ്പോൾ അവൾ വേഗം അതിൽ കയറിയിരുന്നു. പിന്നെ വഴിയോരത്ത് ഞങ്ങൾ കക്ക് കണ്ടു. പിന്നെ കക്ക് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അച്ഛൻ കുറച്ച് കക്കിറച്ചിയൊക്കെ ഒരു 1.5 കിലോ കക്കിറച്ചി വാങ്ങി. അപ്പോൾ പിന്നെ വൈകുന്നേരത്തേക്ക് അച്ഛൻ പറഞ്ഞു കക്ക റോസ്റ്റ് ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഷെല്ലിന്ന് അതിൽ വേറെ എടുത്തിട്ടൊക്കെ തന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അച്ഛൻ ക്ലീനാക്കി. പിന്നെ ഞാനും ചേച്ചിയും പുറത്തൊക്കെ പോയി ഒരു ബർഗറും ജ്യൂസൊക്കെ കുടിച്ച് കേക്കൊക്കെ വാങ്ങി വീട്ടിലെത്തി എല്ലാവരും കേക്ക് മുറിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ കേക്ക് അവിടെയൊക്കെ പോയി സെറ്റാക്കി ഞാൻ അച്ഛനെയൊക്കെ വിളിച്ച് കേക്ക് നല്ല മെഴുകുതിരീൻ്റെ ലാമ്പൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി. ഇത് വീട്ടിലേക്ക് ക്ഷണിക്കാതെ വന്നതൊരു അതിഥിയാണ്. പച്ചപ്പുളിച്ചാടി എന്തോ ഒരു നൊസ്റ്റോ അടിച്ചതിനെ കണ്ടപ്പോൾ. അച്ഛ കേക്കൊക്കെ കത്തില്ലേ? അല്ല, അതിന്റെ കേക്കിന്റെ കത്തിയുടെ ഞാൻ ചേച്ചിന് കൊടുക്കൂ. ഞമ്മട് കൊടുക്കൂ. മുടുക്ക് ഞമ്മയും കൊടുക്കും. ചിരിച്ചോച്ചോ ഡാഡി എന്തെങ്കിലും സീരിയസ് ആയിട്ട് ഏതാ സാധനം അറിയാം. നമ്മളെ സ്നേഹപ്രകടനവും കേക്ക് മുറി കഴിഞ്ഞപ്പോൾ അമ്മാൾക്കുട്ടി കടന്നിട്ടായി പിന്നെ കേക്ക് കഴിക്കല്. പിന്നെ ഭക്ഷണങ്ങൾ ഒരുക്കി വെക്കലായി, ഓരോരോ സാധനങ്ങൾ എടുത്ത് വെക്കലായി. ഭക്ഷണത്തിൽ നിന്ന് പറയാൻ ഷവായി കുബൂസും ആയിരുന്നു. എനിക്കെന്തോ വല്ലാതെ, അതായത് ബർഗർ കഴിച്ചിട്ട് വല്ലാതെ വിശപ്പുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചെറിയൊരു പീസ് ഷവായി പിന്നെ കുറച്ച് മറ്റേ കക്കിറച്ചി റോസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു. അതൊക്കെ പാടെ കൂട്ടി മയോണൈസൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പോഴേക്കും സമയം നല്ലോണം ലൈറ്റായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം പാത്രമൊക്കെ കഴുകി അമ്മൾക്കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുക. അമ്മൾക്കുട്ടി എടുത്ത വീഡിയോ ആണിത്. അത് കഴിഞ്ഞ് പിന്നെ കിടക്കാൻ പോയി. എല്ലാവർക്കും ഈ ബർത്ത്ഡേ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒന്ന് ചെയ്യണേ. ഞാൻ ഈ വീഡിയോ മറ്റേ വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് എന്താ വെച്ചാൽ കുറച്ച് ലെങ്തായി പോകും. അതുകൊണ്ട് മാത്രമാണ്. ഇനി എന്തായാലും പുതിയ വീഡിയോ വരുന്നവരെ ബൈ.